അഡ്മിനിസ്ട്രേറ്റീവ്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ വാസ് നോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആർക്കാണ് പറ്റാത്തത്? ഹുമയൂൺ ഫേസ്ഡ് ഇൻ ദിസ് പ്രോബ്ലം. അൺലൈക്ക് ബാബർ, ഹുമയൂൺ ഡിഡ് നോട്ട് കമാൻഡ് ദ റെസ്പെക്ട് ഓഫ് ഈസ്റ്റേൺ ഓഫ് മുഗൾ നൊബിലിറ്റി. നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്പെക്റ്റഡ് പീപ്പിൾ ഉണ്ടാവില്ലേ, അത് പള്ളിയിലെ ഫാദർ, അങ്ങനെയുള്ള കുറച്ച് ഫിലോസഫേഴ്സ് ആൻഡ് കുറച്ച് ഉന്നത മതപണ്ഡിതരൊന്നും ആരും ചെയ്തിട്ടില്ല, റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ആരും ബാബറും നമ്മുടെ ഹുമയൂണും ഈ ഒരു നൊബിലിറ്റി പീപ്പിൾസിനെ വല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, ഇതാക്കില്ല. Next, he also confronted the hospital of Afghan, mainly Sher Khan in Bihar on the one hand and Bahadur Shah, the ruler of Gujarat on the other. Bahadur Shah, അതായത് ഇവിടെയുള്ളത് ഗുജറാത്തിലെ റൂളറാണ് ബഹദൂർ ഷാ. He also hospital to the Afghans, mainly അഫ്ഗാനിലെ ഷേർഖാനുമായിട്ടാണ് ആർക്ക് പിന്നെ റിലേഷൻ ഉണ്ടായിരുന്നത്? നമ്മുടെ ഹുമയൂൺ. ഹുമയൂൺ felt that Afghan were is a bigger threat. അഫ്ഗാനാണ് ഇവർക്ക് ഏറ്റവും വലിയ ഭീഷണിയായി നിന്നത്. നമ്മുടെ ആർക്ക് മുഗൾ ഭരണത്തിന് ഏറ്റവും കൂടുതൽ ഭീഷണിയായിരുന്ന സ്ഥലമാണ് അഫ്ഗാൻ. ഹി വാണ്ടഡ് ടു അവോയ്ഡ് ദ കമ്പൈൻഡ് ഓപ്പോസിഷൻ അഫ്ഗാൻ ഫ്രം ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അങ്ങനെ ബഹദൂർ ഷാ എവിടെയുള്ളത്? നമ്മൾ പറഞ്ഞത് ബഹദൂർ ഷാ ആരുടേതായിരുന്നു? നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ കൂടെ റിലേഷൻ നിന്ന ഒരാളായിരുന്നു ബഹദൂർ ഷാ. അങ്ങനെ ഇവർ ചേർന്നിട്ട് എന്ത് ചെയ്തു? റൈസ് ഓഫ് ഷേർഖാസുരി. അങ്ങനെ ഇവർ ഓരോന്നും കീഴടക്കാൻ തുടങ്ങി. കുറേ പേരുകളുണ്ട് അല്ലേ. അപ്പോൾ അഫ്ഗാൻ എംപയർ ഓഫ് ഷേർഷാ ആരാണ്? അഫ്ഗാനിലെ എംപയർ ആണ് ഷേർഷാ. അങ്ങനെ ഇതൊരു എസ്സേ. ഷേർഷാൻ്റെ കാലഘട്ടം, അഫ്ഗാനിലെ ഷേർഷാൻ്റെ ഒരു കാലഘട്ടം എന്തായിട്ടുണ്ടാവും? എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇതിലുള്ളതാണ് ആര്? ബീഹാറും ബംഗാളും ഒക്കെ എന്താണ്? ഇവരുടെ കീഴിലുള്ള പ്രദേശങ്ങളായിരുന്നു. ദ സെക്കൻഡ് അഫ്ഗാൻ എംപയർ ആരത് ഓൾറെഡി ഡിസ്കസ്. ഫസ്റ്റ് അഫ്ഗാൻ കിങ്ഡം അണ്ടർ ദ ലോധീസ് വാസ് റീപ്ലേസ്ഡ് ബൈ ദ മുഗൾസ് അണ്ടർ ബാബർ. The founder of this Afghan rule, Sher Khan, was a great tactician and able military commander. ഫൗണ്ടർ ഓഫ് ദ അഫ്ഗാൻ ഈസ് ഷേർ ഖാൻ അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഷേർ ഖാൻ ആണ് എന്തിൻ്റെ ഫൗണ്ടർ? അഫ്ഗാൻ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഫൗണ്ടർ നമ്മുടെ ഷേർ ഖാൻ ആണ്. ഹി ഈസ് എ ഗ്രേറ്റ് ആൻഡ് ബിഗ് ആൻഡ് റെസ്പെക്റ്റഡ് ദ മിലിറ്ററി കമാൻഡർ. അദ്ദേഹം ഒരു രാജാവ് മാത്രമല്ല, പട്ടാള മേധാവിയുടെ ഹെഡ് കൂടിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏകോപീകരണം, പെട്ടെന്ന് മറ്റൊരാൾ കീഴടക്കാനും ഒക്കെ കമാൻഡ് ചെയ്യാനും മിലിറ്ററി പവറും ഉണ്ടായിരുന്നു. ആർക്ക്? നമ്മുടെ ഷേർഷയ്ക്ക്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഷേർഷയും ഹുമയൂണുമായി ചെറിയൊരു കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ആഫ്റ്റർ ഡിഫീറ്റിംഗ് ഹുമയൂൺ ഹി ബിക്കെയിം സോവറിൻ റൂളർ ഓഫ് ഷേർഷാ. ആര് ഡിഫീറ്റ്? ആഫ്റ്റർ ദ ഡിഫീറ്റിംഗ് ഹുമയൂൺ ആര്? ഷേർഷ കീഴടക്കി. ദെൻ ഡ്യൂറിങ് ദ ഷേർഷാ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ അപ്പോൾ ഷേർഷയുടെ ഭരണ പരിഷ്കാരങ്ങൾ. വാട്ട് ഈസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷേർഷാ? എസ് എ വരും കേട്ടോ. മിസ് ഇവിടെ എസ് എ എഴുതിയിട്ടുണ്ട്, നിർബന്ധമാണ്. ഇതിൽ ജുഡീഷ്യറി, ഇതിൽ കറക്റ്റ് പോയിന്റ്സ് ആയിട്ട് ചില ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഷേർഷയുടെ ഭരണ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? 8 മാർക്കിന് ഷുവറായിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ്. അതിൽ ജുഡീഷ്യറി സിസ്റ്റം ആൻഡ് ഹുമയൂൺ ജുഡീഷ്യറിയിൽ പിന്നെ അങ്ങനെ പല എക്കണോമിക്കലി മാറ്റങ്ങൾ, സോഷ്യലി ഒക്കെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരാൾ. അതുകൊണ്ട് കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് നമ്മുടെ ഷേർഷയുടെ ഭരണകാലം. അത് എസ് എക്ക് നിങ്ങളോട് ചോദിക്കും. ദ മേജർ പൊളിറ്റിക്കൽ പവർ സ്പ്രെഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കൺട്രി വെർ. അതായത് നമ്മുടെ രാജ്യത്ത് പല വിദേശികളും തമ്പടിക്കാൻ തുടങ്ങി. ഏത് കാലഘട്ടത്തിലാണ്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ദ മുഗളുടെ ഈ ഒരു സമയത്താണ് മിസ് പറയുന്നത്. രജപുത്താത്ത് എന്ന് പറയുന്ന ആൾ, അഫ്ഗാൻ എന്ന് പറയുന്നത്, ദെൻ ബീജാപ്പൂർ, കോൽക്കണ്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഡെക്കാൻ ഡെക്കാനൊക്കെ ആ സമയത്ത് പവർഫുള്ളായി വരുന്നുള്ളൂ. Then Kabul, Qatar, the Mughal factions hostile towards Akbar. Akbar through a systematic policy. Akbar നമ്മളെ മുഗൾ ഭരണത്തിൽ ഒരു രാജാവായിരുന്നു നമ്മുടെ അക്ബർ. അക്ബർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകത എന്താ? അക്ബർ ത്രൂ എ സിസ്റ്റമാറ്റിക് പോളിസിയാണ്, ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് ആര് ഭരിച്ചിരുന്നത്? അക്ബർ. ഹുമയൂണും പിന്നെ ബാബറും എന്ത് ചെയ്തിരുന്നില്ല? നൊബിലിറ്റി, വലിയ ഹൈ മതപണ്ഡിതന്മാർ റെസ്പെക്റ്റ് ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ അക്ബർ എന്താണ്? അത് വ്യത്യസ്തനായിട്ട് എല്ലാവരും അത്യാവശ്യം എല്ലാവരും നോക്കി കൈക്കൊണ്ടൊക്കെ നിന്ന ഒരാളായിരുന്നു നമ്മുടെ അക്ബർ. He expanding his empire. The first step Akbar took after the Bairam Khan was to put an end the conflict with the nobility. They demonstrated great diplomatic skill and organizational
ഓർഗനൈസേഷണൽ കപ്പാസിറ്റി ഉള്ള ആരായിരുന്നു? അക്ബർ. ഷേർഷാ ആരായിരുന്നു എന്ന് പറഞ്ഞത്? മിലിറ്ററി കമാൻഡർ. അപ്പോൾ ഓരോ രാജാക്കന്മാർക്കും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. ദെൻ അവർ കോൺകർ ചെയ്യുന്നത് രാജസ്ഥാൻ. അഫ്ഗാനിലെ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഗുജറാത്തും ബീഹാറും ബംഗാളും. അഫ്ഗാനിൽ ഏതൊക്കെയാണുള്ളത്? ഗുജറാത്തും ബീഹാറും ബംഗാളും. ഇതൊക്കെ ആര് ഇതാക്കുകയാണ്? ദെൻ പഞ്ചാബ് ആൻഡ് നോർത്ത് വെസ്റ്റ്, ഡെക്കാൻ. അക്ബർ ഷേപ്പ് ഡെക്കാൻ പോളിസി ബ്രിങ് ടു ദി സ്റ്റേറ്റ് ഓഫ് എ മുഗൾ കൺട്രോൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അക്ബറും ഈ ഒരു മുഗൾ രാജാക്കന്മാർ കൂടുതൽ പവറോട് കൂടി അവരുടേക്ക് ചേർത്ത അല്ലെങ്കിൽ അവരുടെ ശക്തി പ്രകടിപ്പിച്ചിരുന്ന പ്രദേശങ്ങളായിരുന്നു മീൻസ് ഈ പറഞ്ഞ പ്രദേശം. രാജസ്ഥാൻ, പഞ്ചാബ് അല്ലേ? പഞ്ചാബിൽ എവിടെ? നോർത്ത് ഈസ്റ്റ്, രജപുത്ത്, ഡെക്കാൻ, മറാത്ത, അതൊക്കെ ആര് ഇതാക്കിയതാണ്? അക്ബർ വ്യാപിപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ. അക്ബർ മീൻസ് മുഗൾ എംപയർ എന്ന് വേണം കാണാൻ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ്? മുഗൾ എംപയറെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഷാജഹാൻ. ജഹാംഗീർ ആൻഡ് ഷാജഹാൻ എന്താ ചെയ്തത്? ജഹാംഗീർ ഇതാ അവിടെ, ഷാജഹാൻ ഇതാ അവിടെ. ഷാജഹാൻ ആയിരുന്നു. പിന്നെ ജഹാംഗീർ ഡിസൈഡ് ടു ഫോളോ അക്ബേഴ്സ് എക്സ്പാൻഷൻ പോളിസി ഇൻ ഡെക്കാൻ. അക്ബർ എക്സ്പാൻഷൻ ചെയ്യല, വ്യാപിപ്പിക്കുക, മറ്റുള്ള അയൽ രാജ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു പരിപാടിയാണ് ആര് ചെയ്തത്? അക്ബർ. അപ്പോൾ അതന്നെ ചെയ്തത് ആളാണ് ജഹാംഗീർ. അക്ബർ ചെയ്തത് കുറച്ചുകൂടി ഫോളോ ചെയ്ത ആളാണ് ജഹാംഗീർ. ബട്ട് ജഹാംഗീർ കുഡ് അച്ചീവ് ലിറ്റിൽ സക്സസ് ഡ്യൂ ടു സർട്ടൻ പ്രോബ്ലംസ്. എല്ലാവരും ഓരോ പ്രോബ്ലംസ് നേരിട്ടുണ്ട്. അതേപോലെ ജഹാംഗീർ ഒരു പ്രോബ്ലം നേരിട്ടു. എന്താണ്? ഹി കുഡ് നോട്ട് ഡിവോട്ട് മച്ച് അറ്റൻഷൻ ഇൻ ദ ക്രൂവൽ പേസ് ഓഫ് Khurram revolt. The Mughal nobles were also involved. Number of conflicts again went sudden from Deccan. During the first 3 years, Deccan regained and many districts in Ahmednagar. Okay, Malik Akbar was the main rule of manage defeat the Mughal force in capture Balhal part of Ahmednagar. The Mughals could not റീഗെയിൻ കൺട്രോൾ ഓഫ് ദ ലോസ്റ്റ് ടെറിട്ടറീസ്. അപ്പം മുകളിലെ ശക്തി ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ മുഗൾ നമ്മുടെ എംപയറിനെ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കുന്നത്. മാലിക് അക്ബർ മെയ്ഡ് എ അറ്റംപ്റ്റ് ടു ക്യാപ്ചർ അഹമ്മദ് നഗർ. മാലിക് അക്ബർ എന്ന് പറയുന്ന ഒരാൾ, മറ്റൊരു കോൺകർ, ഒരു സാമ്രാജ്യത രാജാവ് നമ്മുടെ അഹമ്മദ് നഗർ എന്ന് പറയുന്ന സ്ഥലം പിടിച്ചടക്കാൻ വന്നു. But failing there, he took away Solapur from Adil Shah. Solapur അദ്ദേഹം പിടിച്ചടക്കി during the period of bleeding death of Jahangir. Then accession of next വരുന്ന പാരമ്പര്യം ആരാണ്? ഷാജഹാൻ. ജഹാംഗീർ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഷാജഹാൻ. ജഹാംഗീറിൻ്റെ മകനായിരുന്നു ഷാജഹാൻ. ഷാജഹാൻ്റെ പ്രണയിനിയാണ് നേരത്തെ മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പറഞ്ഞ മുംതാസിൻ്റെ ഓർമ്മക്കാണ് താജ്മഹൽ ഉണ്ടാക്കിയത് അല്ലേ? അറ്റ് ലാസ്റ്റ് താജ്മഹൽ, വെണ്ണക്കൽ കൊട്ടാരം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വെണ്ണക്കൽ കൊട്ടാരത്തിൻ്റെ പാട്ടൊക്കെ ഇഷ്ടമാര്. താജ്മഹൽ ഒരു സുവർണ സംഭവമാണ്. നമ്മുടെ ഇന്ത്യയിലെ ലോകമഹാത്ഭുതം, ഇന്ത്യയിലല്ല ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. ഇന്ത്യയിലാണ് എന്തുള്ളത്? താജ്മഹൽ. അത്രക്കും നല്ലൊരു നമ്മുടെ മുഗൾ കാലഘട്ടത്തിൻ്റെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആർട്ട് ആൻഡ് കൾച്ചർ അല്ലേ, നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ കലാപാരമ്പര്യത്തിൻ്റെ പ്രതീകമാണ് താജ്മഹൽ. മുഗൾ രാജാവായ ഷാജഹാനാണ് മറ്റുള്ള ശില്പി ഉസ്താദ് ഈസ എന്നൊക്കെ പറയല്ലേ കൊണ്ടുവന്ന് എത്രയോ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശില്പികളെ കൊണ്ട് പ്രത്യേകം നിർമ്മിച്ച വെണ്ണക്കല്ലൊക്കെ വേറെ സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഇറക്കുമതി ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ചെയ്തിട്ട് പല റിസ്ക് എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഷാജഹാൻ. മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് ഉണ്ടാക്കിയതാണ് എന്ത്? താജ്മഹൽ. മുഗൾ ഗവർണർ ദ ഡക്കാൻ ട്രാൻജോലി ആൻഡ് ദ ഇൻഷൻ ദ സെക്യൂറിംഗ് ഹെൽപ്പ് ഓഫ് ടൈം ഓഫ് നെസസിറ്റി. ഷാജഹാൻ ഓർഡേഡ് ഖാൻജ ലോധി ടു റിക്കവർ ബട്ട്സ് ലേറ്റർ. അത് ഷാജഹാൻ മറ്റിടത്തുവരെ കഴിഞ്ഞ രാജാക്കന്മാരെക്കാളും അത്ര ശക്തിശാലി ആയിരുന്നില്ല. അദ്ദേഹം കോൺകർ ചെയ്തത് വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഔറംഗസേബ് ബിലീവ് ദ അഗ്രഗീസ് പോളിസി ടുവേർഡ്സ് ഡക്കാൻ. പിന്നെ ലാസ്റ്റ് വരുന്ന ആരാണ്? നമ്മുടെ ഔറംഗസേബാണ് വരുന്നത് അല്ലേ. ജഹാംഗീർ കഴിഞ്ഞിട്ട് ആര്? ഷാജഹാൻ. ദെൻ ഷാജഹാൻ്റെ മകനാണ് ഔറംഗസേബ്. ഔറംഗസേബ് വന്നതിൻ്റെ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത്? അണ്ടർ മുഗൾ എംപയർ റീച്ച് ദ ഗ്രേറ്റസ്റ്റ് ടെറിട്ടോറിയൽ ലിമിറ്റ്സ് ഇൻ ദ കവേർഡ് ഓൾമോസ്റ്റ് ഓഫ് ഓൾ പ്രസന്റ് ദ ഇന്ത്യ റീജിയൻ ദ മാരിഡ് ഓഫ് പോപ്പുലർ റിവോൾട്ട്സ് ഇൻ ഔറംഗസേബ്. അതായത് ഔറംഗസേബ് എന്താ ചെയ്തത്? മറ്റുള്ള അവിടെ ഡൽഹി സുൽത്താനെ ബാബർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് മുഗൾ എംപയർ ഇൻ 1526 അല്ലേ. ഔറംഗസേബ് മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യ
നമ്മുടെ മുഗൾ എംപയറിനെ വിപുലീകരിക്കാനും ശ്രദ്ധിച്ച ഒരാളായിരുന്നു നമ്മുടെ മുഗൾ എംപയറായ ഔറംഗസേബ്. ഓക്കെ, എമർജൻസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എമർജൻസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ റീജിയണൽ സ്റ്റേറ്റ് ഇഷ്ടം പോലെ റീജിയണൽ സ്റ്റേറ്റ് അതിലുള്ള ഇതാണ് ഏത് 20th ആൻഡ് 12th to 18th സെഞ്ച്വറിയിലാണ് എന്ത് ദ എമർജൻസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. റീജിയണൽ എന്ന് പറഞ്ഞാൽ പ്രാദേശികപരമായിട്ടുള്ള സ്റ്റേറ്റുകൾ ഉയർന്നു വന്നൊരു കാലം 12th to 18 കാലഘട്ടത്തിൽ. ഓക്കെ, അന്ന് വന്ന പ്രധാനമായിട്ടുള്ള പ്രാദേശിക സ്റ്റേറ്റുകൾ, അതായത് പ്രവിശ്യകൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പഠിക്കും കേട്ടോ. പ്രവിശ്യകളാണ് ഏതാന്ന് പറയുന്നത്. ഏതാണ് നമ്മളന്ന് ബ്രീഫ് ഡിഫറെൻറ്റ് റീജിയണൽ സ്റ്റേറ്റ് ഇൻ 12th and 18th century. Okay, understand the meaning and term of regional state, understand the nature of relation between the regional state and appreciate the relation between various regional state themselves. അതിന് എക്സാമ്പിൾ ആണ് രാജസ്ഥാൻ. ഓക്കെ, പഞ്ചാബിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെ എന്ത് ഉയർന്നു വരാൻ തുടങ്ങി? നമ്മുടെ റീജിയണൽ സ്റ്റേറ്റുകൾ ഉയർന്നു വരാൻ തുടങ്ങി. പല ഭാഷകളും ആ സമയത്ത് സ്പ്രെഡ് ആവാൻ തുടങ്ങി. തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി എന്നുള്ള ഭാഷകളൊക്കെ നല്ല അത്യാവശ്യം സ്പ്രെഡ് ആകാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് നമ്മുടെ 12th and 18th century കാലഘട്ടത്തിൽ. ഓക്കെ, then the understanding of this term of regional and regionalism. What is regionalism? In this history of India there has been a constant evolution and development of regionalism. Okay, how does that explain the regionalism? It is the onward which is the early medieval period is the administration of regional state. Okay, agriculture and activities played in very സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ്. പ്രാദേശിക രാഷ്ട്രീയങ്ങൾ ഉയർന്നു വരാൻ പ്രധാനമായ കാരണം എന്തായാലും അവർക്കൊരു ബേസിക് ഒരു സപ്പോർട്ട് ഉണ്ടാവില്ലേ. അപ്പോൾ അഗ്രികൾച്ചറൽ എന്നുള്ള ഒരു അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് പ്ലേഡ് എസ് വെരി significant role in development, that is regional state in 20th and 18th century. ആ കാലഘട്ടത്തിൽ ഒരു സപ്പോർട്ട് എന്തായാലും ഉണ്ട്. ആ സപ്പോർട്ടാണ് അഗ്രികൾച്ചറൽ സപ്പോർട്ടോട് കൂടി വളർന്നു വന്നതാണ് നമ്മുടെ പ്രാദേശിക നഗരങ്ങൾ അല്ലെങ്കിൽ റീജിയണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അനദർ ക്യാരക്ടറിസ്റ്റിക് പ്രസൻസ് ഓഫ് ലോക്കൽ റിലീജിയസ് അഫിലിയേഷൻസ് ഓഫ് ഫോർ ഇൻസ്റ്റൻസ് ഓഫ് മിസ് ഇവിടെ പറഞ്ഞില്ലേ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, പഞ്ചാബിന് നോർത്ത് ഈസ്റ്റും രാജസ്ഥാനും പ്രധാനമായും റീജിയണൽ സ്റ്റേറ്റിലെ എക്സാമ്പിൾ. അനദർ ക്യാരക്ടർ ഇറ്റ് ഇസ് ഡെവലപ്മെൻറ്റ് ലോക്കൽ ആൻഡ് റീജിയണൽ ആൻഡ് സ്കൂൾസ് ലൈക്ക് ബീഹാർ, ബംഗാൾ, ആസാം, സെൻട്രൽ ഏഷ്യ. എത്രയാണ് മിസ് എക്സാമ്പിൾ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ബീഹാർ, ബംഗാൾ, ആസാം, സെൻട്രൽ ഏഷ്യ, രാജസ്ഥാൻ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ റീജിയണൽ സ്റ്റേറ്റിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്കിതിൽ കൊടുത്തത്. അവിടെ തന്നെ കൂടുതൽ ലാംഗ്വേജസ് ആ സമയത്ത് റീജിയണൽ സ്റ്റേറ്റ് ഉയർന്ന കാലഘട്ടത്തിൽ സ്പ്രെഡായ ഭാഷകളാണ് തമിഴ്, തെലുങ്ക്, കന്നഡ, പിന്നെ മറാത്തി. ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം ആ സമയത്ത് വളരെ സ്പ്രെഡായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്.